നമസ്കാരം. ബിസ്മി അപ്ലയൻസസ് 25 കോട്ടൺ നസീർ പവേഡ് ബൈ കൗലയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പതിവ് പോലെ നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം. ബിസ്മി അപ്ലയൻസസ് 25 കോട്ടൺ നസീർ പവേഡ് ബൈ കൗലയിലെ ആദ്യത്തെ സെഗ്മെന്റ് ഫേസ് ടു ഫേസ്. നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഫേസ് ടു ഫേസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഫേസ് ടു ഫേസിലെത്തിയിരിക്കുന്ന അതിഥി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. എനിക്ക് മാത്രമല്ല, സംഗീതം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. ഗായകനും സംഗീത സംവിധായകനും റിയാലിറ്റി ഷോകളുടെ ജഡ്ജുമായ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിരിക്കുട്ടൻ ചേട്ടനാണ് ഇന്ന് നമുക്ക് അതിഥി. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശ്രീയേട്ടാ. നമസ്കാരം നസീറേ. ചേട്ടാ, നമുക്ക് ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഐശ്വര്യമായിട്ട് ഒരു ഉഗ്ര പാട്ടിനങ്ങ് തുടങ്ങാം. എന്താ? അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം ശംഖുമൂതി ജന്മഗേഹം വിട്ടിറങ്ങിപ്പോരും അഭയാർത്ഥിയാമൻ ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക നിങ്ങൾ ഇത്തിരി സ്നേഹാമൃതം. ഒരു പൂവിതളിൽ നറുപുഞ്ചിരിയായി നിറമാർന്ന ചന്ദ്രികയായി ഇനി എൻ മനസ്സിൻ കുളിരോർമകളിൽ വരൂ നിറഞ്ഞ സായം സന്ധ്യേ. ഒരു പൂവിതളിൽ. ഓ, ഗംഭീരമായേട്ടാ. ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടാ വിളിച്ചപ്പോൾ തന്നെ വന്നതിന്. എന്താ നസീറേ, പ്രശസ്തനായ ഒരു കലാകാരനും അതിലുപരി എൻ്റെ സുഹൃത്തുമായ നസീർ വിളിച്ച ഞാൻ വരാതിരിക്കുകയോ? ഓ, സന്തോഷമായി ചേട്ടാ. സത്യം പറയാമല്ലോ, എൻ്റെ മനസ്സ് നിറഞ്ഞു. മനസ്സൊക്കെ നിറഞ്ഞോട്ടെ, പക്ഷെ പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്ക് തരാമെന്ന് പറഞ്ഞ 10,000 രൂപ തന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും കേട്ടോ. ഇപ്പം മനസ്സ് ശരിക്കും നിറഞ്ഞു. ചേട്ടാ, നമ്മൾ ഒരുമിച്ച് ഒരുപാട് ഗൾഫ് പരിപാടികൾ ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ ചേട്ടന് ഓർമ്മയുണ്ടോ? പിന്നെ അതൊക്കെ മറക്കാൻ പറ്റുമോ? അതൊക്കെ മറക്കണമെങ്കിലേ മരിക്കണം. ആര്, ചേട്ടനോ? ഞാനല്ല, അണ്ണാച്ചി. ആഗ്രഹം കൊള്ളാം. അതിരിക്കട്ടെ, ദുബൈയിലെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ടോന്നോ? എന്ത് ചോദ്യം ഇത്? ദുബായ് അൽ നാസർ ഓഡിറ്റോറിയം അല്ലേ? അതെ. ഷെടായി, ഇതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നു? അവിടെ വെച്ചല്ലേ നസീർ മോഹൻലാലിനെ അനുകരിച്ച് കുളമാക്കിയതിന് സംഘാടകർ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒട്ടകത്തിന്റെ ചാണകം വരിച്ചത്. ചേട്ടാ, നാറ്റിക്കരുത്. ആൾക്കാർ കാണുന്ന പ്രോഗ്രാമാ, അവരുടെ എനിക്കൊരു വിലയുള്ളതാ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് സ്ഥിരമായിട്ട് കോമഡി ഷോയുടെ ജഡ്ജായിട്ട് കാണാറുണ്ടല്ലോ. കോമഡി ഷോയുടെ മാത്രമല്ല, ഞാൻ ജഡ്ജാകാത്ത പരിപാടിയൊന്നും ഇപ്പം ടി വിയിൽ ഉണ്ടാകില്ല. ഇനിയിപ്പം ബാബാ സുരേഷിന്റെ പ്രോഗ്രാമിനും കൂടി ജഡ്ജായിട്ട് ഇരുന്നാൽ മതി. എന്തിനാ അത് മാത്രം മാറ്റി വെച്ചത്? അതിനൂടെ പോകാറുന്നില്ലേ? വിളിച്ചതാ, പോയില്ല. അതെന്താ? ഞാൻ വിധി പറയുന്നത് പാമ്പിന് ഇഷ്ടമായില്ലെങ്കിൽ അതോടെ എൻ്റെ വിധിയായിരിക്കും. അതോ പാമ്പിന്റെ വിധിയായിരിക്കും? അതെ, പാട്ടുകാരനായ ചേട്ടൻ മറ്റു പരിപാടികൾക്ക് എങ്ങനെയാണ് ഈ വിധി പറയുന്നത്? അതിനെന്താ പ്രയാസം? പാട്ടാണെങ്കിൽ സംഗതി പോയി കേട്ടോ, ശ്രുതി വന്നില്ല, ബ്രഹ വന്നില്ല എന്നൊക്കെ അങ്ങ് പറയും. മിമിക്രി ആണെങ്കിൽ നല്ല പെർഫോമൻസ് ആണ്, ഉഗ്രനായി, ഞാൻ ചിരിച്ചു മരിച്ചു എന്നൊക്കെ അങ്ങ് വച്ച് കാച്ചും. എന്നിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങുകയല്ലേ. ക്ലൈമാക്സ് കൊള്ളാം, തുടക്കം പോരാ, എന്താണ് ഇതിൻ്റെ സ്റ്റോറി, ടൈമിംഗ് ഇല്ല. ചുരുക്കി പറഞ്ഞാലുണ്ടല്ലോ, ഈ നല്ല സ്കിറ്റ് പറഞ്ഞങ്ങ് വൃത്തികെട്ട സ്കിറ്റാക്കി മാറ്റും. ഈ അറിയാൻ വയ്യാത്ത പ്രോഗ്രാമുകൾക്കൊക്കെ അഭിപ്രായം പറഞ്ഞത് ഇങ്ങനെയാണോ? അതിന് ഏതെങ്കിലും പ്രോഗ്രാം അറിഞ്ഞിട്ടാണോ അഭിപ്രായം പറയുന്നത്? 10,000 രൂപ കിട്ടുമെന്ന് ഓർത്ത് പോകുന്നതല്ലേ. ചേട്ടൻ കുട്ടികളെ സംഗീതം പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും എത്ര രൂപ ഫീസ് വാങ്ങും? 10,000. ഈ 10,000 വിട്ട് ഒരു കളി ഇല്ലല്ലേ? 10,000 എൻ്റെ ലക്കി നമ്പരാ, അത് വിടാൻ പറ്റുമോ? അല്ല, ഈ ഒരു മാസത്തേക്കാണോ 10,000 മേടിക്കുന്നത്? അല്ല, ഒരു കൊല്ലത്തേക്കാ. അത് നഷ്ടമല്ലേ? എനിക്കോ?
അല്ല, വരുന്നവർക്ക്. തമാശ തമാശ. ചേട്ടാ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്താണ്? ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒരു പാട്ടെങ്കിലും ഒന്ന് പാടണം എന്നുള്ളത്. ചേട്ടൻ എന്നെ ഒന്ന് സംഗീതം പഠിപ്പിക്കുക. ഞാൻ 10,000 രൂപ തരാം. തീർച്ചയായിട്ടും 10,000 രൂപ കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഇങ്ങ് പഠിപ്പിച്ചേക്കാം. സംഗീതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ സപ്തസ്വരങ്ങളിലാണ്. ഞാൻ സ്വരങ്ങളൊക്കെ പാടി കേൾപ്പിക്കാം, എന്നോടൊപ്പം ഒന്ന് പാടിയാൽ മതി. ഓ. സാ സാ റീ സാ. നിർത്ത്. ഈ ലെവലിലാ താൻ പോകുന്നെങ്കിൽ സപ്തസ്വരങ്ങളിൽ തന്നെയായിരിക്കും തൻ്റെ ഒടുക്കവും. ചേട്ടാ, ഈ സെമി ക്ലാസിക്കൽ ഗാനങ്ങൾ വളരെ മനോഹരമായിട്ട് പാടുന്നൊരു ഗായകനാണ് ചേട്ടൻ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാം. തീർച്ചയായിട്ടും പാടാം. സമയമിതപൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘസുഹൃതമീശ്വര ഹൃദയം എന്നന്തരാത്മാവിൽ നിന്നാത്മസല്ലാപം ഈ ജന്മം സമ്പൂർണം ദേവി. സമയമിതപൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘസുഹൃതമീശ്വര ഹൃദയം. ഓ വാ, ഗംഭീരം. ചേട്ടാ, ഈ സംഗീതം കൊണ്ട് രോഗങ്ങൾ മാറ്റാൻ പറ്റുമെന്ന് പറയുന്നത് ശരിയാണോ? രോഗങ്ങൾ മാത്രമല്ല, വേണേൽ അയൽവക്കത്തുകാരെ കൂടെ മാറ്റാം. അതെങ്ങനെ? പാട്ട് മോശമാണെങ്കിൽ അവർ സഖി കെട്ടി കിട്ടിയ വിലയ്ക്ക് വീടും സ്ഥലവും വിറ്റങ്ങ് താനേ പോയിക്കൊള്ളും. ഇപ്പൊ പൊതുവേ ഉള്ളൊരു ചർച്ചയാണ്, പഴയ പാട്ടുകളാണ് നല്ലത്, കാവ്യഭംഗി ഉണ്ടായിരുന്നത്, പുതിയ പാട്ടുകളൊന്നും അത്ര പോരാ എന്ന് പറഞ്ഞിട്ട്. ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? പഴയ പാട്ടുകളാണോ നല്ലത്, അതോ പുതിയ പാട്ടുകളാണോ നല്ലത്? പഴയ പാട്ടുകൾ കേട്ടാൽ നമ്മൾ ലയിച്ചു പോകും. അപ്പൊ പുതിയ പാട്ട് കേട്ടാലോ? നമ്മൾ നശിച്ചു പോകും. അതെന്താ? ഇപ്പോഴത്തേക്ക് പാട്ട് കേട്ടിട്ടില്ലേ? അവള് വേണ്ട, ഇവള് വേണ്ട, ഇവിടെ ഇപ്പം സീ മൊത്തം കോണ്ട. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? അത് ശരിയാ, അർത്ഥം നോക്കിയാൽ മൊത്തത്തിൽ കുഴപ്പമാണ്. പഴയ പാട്ടുകൾക്കൊക്കെ ഈ സിനിമയുടെ കഥയുമായിട്ട് വളരെ ബന്ധമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പാട്ടുകൾക്കോ? ഇപ്പൊ സിനിമയുമായി കഥയ്ക്ക് തന്നെ ബന്ധമില്ല, ഇനിയല്ലേ പാട്ടിന്. നസീർ സക്രിയയുടെ ഗർഭിണി എന്ന സിനിമയിലെ പാട്ട് കേട്ടിട്ടുണ്ടോ? ഞാൻ പാടിത്തരാം. തൊട്ടിലാടി കിളി നൊന്ത് പാടിയ രാഗം രാരീരം രാരോ അത് മനമാകെ നിറഞ്ഞേ രാരീരോ ഈണമായി കിളും കിളും താളമായി കണ്ണെ നിന്നെ കാണാൻ നിന്നതാണോ. ഇത് കേട്ടാലേ ആ പടത്തിൽ അഭിനയിച്ച ഗർഭിണികളെക്കാൾ പ്രസവവേദന പാടിയവനാണെന്ന് തോന്നുന്നു. ചേട്ടാ, ഈ സംഗീതത്തിന് പാറക്കല്ലുകളെ വരെ അലിയിക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? പിന്നെ വളരെ ശരിയാണ്. നല്ല സംഗീതത്തിന് പാറക്കല്ലുകളെ വരെ അലിയിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ സംഗീതം മോശമായാലേ അതേ പാറക്കല്ല് കൊണ്ട് തന്നെ നമ്മളെ എറിഞ്ഞു കൊല്ലുകയും ചെയ്യും. ചേട്ടാ, ഒരു സീക്രട്ട് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ സ്വരമില്ലേ, സ്വരം, ഈ സ്വരം നന്നാവൻ എന്ത് ചെയ്യണം? പാട്ട് നിർത്തണം. പാട്ട് നിർത്തണോ? ആ, കേട്ടിട്ടില്ലേ സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണമെന്ന് പറയുന്നത്? അയ്യോ ചേട്ടാ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. നമ്മൾ ഈ സ്വരം നന്നാകാൻ വേണ്ടി എന്തെങ്കിലും കഴിക്കണമെന്ന്, ഈ ഇരട്ടി മധുരമില്ലേ, അതുപോലെ എന്തെങ്കിലും? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പാട്ടങ്ങ് കുറച്ചാൽ മതി. ഞാൻ സ്വരം നന്നാവാൻ വേണ്ടിയല്ലേ പാട്ട് കുറച്ചിരിക്കുന്നത്. ഓ, അത് ശരി, അതിനു വേണ്ടിയാണല്ലേ പാട്ട് കുറച്ചത്. എന്നിട്ടിപ്പോ സ്വരം നന്നായോ? സ്വരം നന്നായി, പക്ഷെ പാട്ടില്ലാണ്ടായി. അതെ, പ്രശസ്തനായ ഒരു പാട്ടുകാരനായതുകൊണ്ട് ചേട്ടന് എല്ലാവർക്കും അറിയാം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആ പ്രശസ്തി ഉപകരിച്ചിട്ടുണ്ട്? തീർച്ചയായും. ഒരു ദിവസം ഞാൻ റെക്കോർഡിങ് കഴിഞ്ഞ് എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു. പെട്ടെന്ന് ഹർത്താൽ.
എന്തിനായിരുന്നു ഹർത്താൽ? അതെന്തിനായിരുന്നു എന്ന് ഇതുവരെ എനിക്കും മനസ്സിലായിട്ടില്ല, അവർക്കും മനസ്സിലായിട്ടില്ല, ആർക്കും മനസ്സിലായിട്ടില്ല. അല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ അങ്ങനെയാ, ഹർത്താലിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എന്നിട്ട് ഞാൻ ആലപ്പുഴയിൽ എത്തിയപ്പോഴാണ് ഈ ഹർത്താലിനെ കുറിച്ച് അറിയുന്നത്. ചേട്ടൻ്റെ കാർ ഏതാണ്? ഓടി. അയ്യോ, അവിടുന്ന് ഓടിയ കാര്യമല്ല ചോദിച്ചത്, ചേട്ടൻ്റെ കാർ ഏതാണ്? അയ്യോ നസീറ, എൻ്റെ വണ്ടി ഓടിയാണെന്നാ ഞാൻ പറഞ്ഞത്. ഓ, ഓടി. എന്നിട്ട് വടിവാളമൊക്കെ ആയിട്ട് അവർ വണ്ടി അങ്ങ് തടഞ്ഞു. വണ്ടി തല്ലി പൊളിക്കുന്നായപ്പോൾ ഞാൻ ചില്ലങ്ങ് താഴ്ത്തി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ ഇത് ഞാനാ നിങ്ങളുടെ ചിരിക്കൂട്ടൻ. അതേതായാലും നന്നായി, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ വണ്ടി തല്ലി പൊളിച്ചേനെ. എന്നിട്ട് അവർ എന്ത് പറഞ്ഞു? എന്നെ കണ്ടതും ദേ ചിരിക്കൂട്ടനെന്നും പറഞ്ഞ് എല്ലാവരും കൂടി വന്ന് ഓട്ടോഗ്രാഫും ഒപ്പിട്ട് വാങ്ങിച്ചു, കുറച്ച് സെൽഫി എടുത്തു, കുറച്ച് ഷെയ്ക്ക് ഹാൻഡ് തന്നു. അത് കഴിഞ്ഞ് വിട്ടല്ലേ? വിട്ടു. 4 ഡയറിൻ്റെ ഹെയർ അഴിച്ചു വിട്ടു. അയ്യോ, അതെന്തിനാ? അതിലൊരുത്തനെ ഞാൻ സ്റ്റാർ സിംഗറിൽ നിന്നും ഒരുത്തനെ കോമഡി സ്റ്റാറിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അവന്മാർ പക വീട്ടിയതാ. ഇതെന്താ? ഇതുപോലെയാ അന്ന് ആ ടയറിൻ്റെ കാറ്റ് പോയത്. ചേട്ടാ, നമ്മുടെ ഫേസ് ടു ഫേസ് അവസാനിപ്പിക്കാനുള്ള സമയമായി. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ വന്നു, സംഗീത സാന്ദ്രമാക്കി എന്ന് തന്നെ പറയാം. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കൊരു അടിച്ചുപൊളി പാട്ട് നിർത്താം. എന്താ? അതിനെന്താ, പാടിയേക്കാം. വേൽമുരുകാ ഹരോഹരാ വേലായുധാ ഹരോഹരാ. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തക്കിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്, കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ ഹോയ്, വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ, വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ ഹോയ്, വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ. ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ പെർഫോം ചെയ്യാൻ ഒരു കലാകാരൻ എത്തുന്നുണ്ട്. ഒരു പുതുമുഖമല്ല ആ കലാകാരൻ, ഒരു സീനിയർ ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ മിമിക്രി ജീവിതത്തിൻ്റെ പഴയ കാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരും. അതായത് മിമിക്രിയിൽ ഞാൻ വന്ന തുടക്കകാലങ്ങളിൽ കൊച്ചിൻ കലാഭവൻ എന്ന് പറയുന്ന ട്രൂപ്പിലൊക്കെ കയറാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്നൊരു സമയത്ത് ആ ട്രൂപ്പിലെ ഒരു ആർട്ടിസ്റ്റായിരുന്ന കലാകാരൻ, ഭാഗ്യം ചെയ്തൊരു കലാകാരൻ. പിന്നീട് അദ്ദേഹത്തോടൊപ്പം നിരവധി അനവധി സ്റ്റേജുകളിൽ ഞങ്ങൾ ഒരുമിച്ച് എന്താ പറയുക, ഒരേപോലെ പെർഫോം ചെയ്ത് കുറേ കാലം ഉണ്ടായിരുന്നു. ഇന്ന് ആ കലാകാരനാണ് എന്നോടൊപ്പം ഈ വേദിയിലെത്തുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കലാഭവൻ സജീവൻ. സജീവ, 15 കൊല്ലമായി നമ്മൾ തമ്മിൽ ഒരുമിച്ച് ഒരു വേദിയിൽ പെർഫോം ചെയ്തിട്ട്. അതെ അല്ലേ? അതെ. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ? കാര്യങ്ങൾ കുഴപ്പമില്ല. ആ പഴയ ശബ്ദങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടല്ലോ. രജനീകാന്ത് ഹോൾസെയിലായിട്ട് ഇപ്പോഴും കൂടെ ഇല്ലേ? ഹോൾസെയിലായിട്ട് കൂടെ ഉണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്ത, എനിക്ക് ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് എനിക്ക്. ഞാൻ രജനീകാന്തിൻ്റെ ഒരുപാട് വോയിസ് അതുപോലെ ഫിഗറൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ അടുത്തിടയ്ക്ക് രജനീകാന്തിൻ്റെ ഭാഷ എന്ന് പറഞ്ഞ സിനിമ ഡബ് ചെയ്യാൻ, മലയാളത്തിലേക്ക് ഡബ് ചെയ്യാൻ, വോയിസ് കൊടുക്കാൻ എനിക്കൊരു അവസരം കിട്ടി. അതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയണം. ആദ്യം തന്നെ തീർച്ചയായും എനിക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. രജനി സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഒരു ഭാഗമാകാൻ വേണ്ടി എന്തിനെന്ന് പറയുന്ന സിനിമയിൽ അനീഫ്ക്കയ്ക്ക് വേണ്ടിയിട്ട് തമിഴ് ഡബ് ചെയ്തിരിക്കുന്നത് ഞാനാണ്. അങ്ങനെ ഒരു ഭാഗ്യം കൂടെ കിട്ടിയിട്ടുണ്ട്. അന്ന് ഞാൻ പോയപ്പോൾ എനിക്ക് അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ കണ്ടു. അദ്ദേഹത്തെ ഒന്ന് എനിക്ക് ദൂരെ നിന്നാണെങ്കിലും രജനി സാറിനെ കാണാൻ സാധിച്ചു. അപ്പം നമ്മൾ രണ്ടുപേരും ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്, നമ്മളെ സമ്മതിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് പെർഫോമൻസിലേക്ക് പോവാം. പോകാം. സജീവൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ
രജനീകാന്ത് സാർ അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളെ അതിമനോഹരമായിട്ട് വേദിയിൽ അവതരിപ്പിക്കാറുണ്ട് രൂപത്തിൽ. അതുകൂടാതെ വേറെ കുറേ ശബ്ദങ്ങൾ അനുകരിക്കാറുണ്ട്. നമുക്ക് അതൊന്ന് ആസ്വദിക്കാം അല്ലേ? റെഡി? റെഡി. നമുക്കേ ആദ്യമായിട്ട് പോകുന്ന കുറച്ച് എഫക്റ്റ്. ആ, ഇന്ന് ഈ പ്രപഞ്ചത്തിൽ കേൾക്കുന്ന ഏത് ശബ്ദത്തെയും അനുകരിച്ച് അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരുപടി കലാകാരന്മാർ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. ഉണ്ട്. മിമിക്രിയിലുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ട്രെയിൻ എന്ന് പറയുന്ന ഒരുപാട് കൊച്ചുകുട്ടികൾ ഇവരെ അനുകരിക്കുന്നതാണ്. ഒരു വ്യത്യസ്തമായിട്ട് ട്രെയിൻ കടന്നു പോകുന്ന പാതയിലുണ്ടാകുന്ന വ്യത്യസ്തമായ ശബ്ദ വ്യത്യാസങ്ങളാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പാതയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പാലത്തിലൂടെ കടന്നു പോകുന്ന ശബ്ദം, അല്ലെങ്കിൽ ഒരു ഗുഹയിലൂടെ കടന്നു പോകുന്ന ശബ്ദം, അല്ലെങ്കിൽ രണ്ട് ട്രെയിൻ തമ്മിലുള്ള പാസിങ്ങിൻ്റെ ശബ്ദം. അങ്ങനെ 3 വ്യത്യസ്തം. നമുക്ക് ആദ്യം ട്രെയിൻ നോർമലായിട്ട് പോകുന്ന ശബ്ദം കേൾപ്പിക്കാം. ഓക്കെ ഓക്കെ. ഇനി അത് പാലത്തിൽ കൂടെ പോകുമ്പോഴുള്ള ശബ്ദം എന്താണ്? കേൾപ്പിക്കാം. ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ടല്ലേ? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ തുരങ്കത്തിൽ കൂടെ പോകുമ്പോഴോ? കേൾപ്പിക്കാം. ഗംഭീരമായി. ഇനി നമുക്ക് 2 ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യത്തില്ലേ ഒരുമിച്ച്? ആ സൗണ്ട് കേൾക്കാം. ഓക്കെ. ഗംഭീരമായി. പ്രത്യേകിച്ച് ആ 2 ട്രെയിനും പാസ് ചെയ്യുമ്പോഴുള്ള ശബ്ദമില്ലേ, അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടി എന്നുള്ളതാണ്. താങ്ക് യു. അടുത്ത ഏതാണ് സജീവൻ? അടുത്ത നമുക്ക് ഞാൻ മലയാള സിനിമയിൽ ഒരുപാട് താരങ്ങളെ വെച്ചിട്ട് ട്രെയിൻ സഞ്ചരിക്കുന്നവരായിട്ട് ഞാൻ ചെയ്തിരുന്നു. അത് ഞാനും ചെയ്തിരുന്നു. നസീർ അത് രാഷ്ട്രീയക്കാരെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നടന്മാരെ വെച്ചിട്ട് ഈ ട്രെയിൻ പോവുകയാണ്. ഇപ്പം മാളാരവിന്ദനൊരു ട്രെയിൻ ഉണ്ടായാൽ അതെങ്ങനെ ഓടും, എങ്ങനെ സഞ്ചരിക്കും, എങ്ങനെ പോകും, അതിൻ്റെ ശബ്ദ വ്യത്യാസം എന്താണെന്ന് കാണിച്ചു തരാം. ആരാത്? എൻ്റെ അമ്മ ആരാത്? പടച്ചോനെ, ഉക്കര ട്രെയിൻ ഉണ്ട്. നാളെ വാക്കോ ട്രെയിൻ എന്നുണ്ടെങ്കിൽ പുഷ്പ ട്രെയിനാണ്. അതിനെ ഓർത്തതുണ്ട്, പറഞ്ഞുതരാം. അതായത് മുമ്പേന്ന് വലിക്കും, പുറകേന്ന് തള്ളും, നടക്കൊച്ച് പൊട്ടി പോകും. ഇതാണ് പുഷ്പ ട്രെയിൻ. ഇത് കണ്ടോളി, ഇത് കേട്ടോളും. ചെറിയൊരു കൈഡി തന്നോളി സുഹൃത്തുക്കളെ.
പഠിച്ചോനെ ട്രെയിൻ പഞ്ചറായി. മോനെ കുതിരവട്ടം പൂവിൻ്റെ ട്രെയിൻ കണ്ടിട്ടുണ്ടോ? കാണിച്ചു കേട്ടാ. അയ്യാ അത് പറഞ്ഞു പോലും കണ്ടിട്ടിരിക്കണ്ട. അടി മുറ്റരും കല്ല 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 കല്ല. എന്തമ്മോ ഇത് ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയക്കാരുടെ ട്രെയിനായിട്ട്. അന്ന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ട്രെയിൻ ചെയ്ത സംഭവം. ഇത് കണ്ടപ്പോൾ എനിക്കൊന്നും ചെയ്യുന്ന ആഗ്രഹം. ചെയ്തോളൂ. അതിവേഗം ബഹുദൂരത്തിൽ പോകുന്ന ട്രെയിനാണ്. സജീവ, നമുക്ക് അടുത്ത ഏതാണ്? സിനിമാ താരങ്ങളാണ്. കുറച്ച് സ്റ്റാർസുകൾ. തമിഴോ മലയാളമോ? തമിഴ് തുടങ്ങാം നമുക്ക്. ആ, നമുക്ക് തമിഴിലെ വിനു ചക്രവർത്തി. ആ, யாருப்பா 2 பேர் புதுசா வந்திருக்கிறீங்க? ஓஹோ அப்படியா தம்பி, நீங்க கேட்கணவளுக்கெல்லாம் ஸ்பிரிட் கிடைக்காது. இவங்களுக்கு ஸ்பிரிட் ஆபீஸ் தெரியக்கூடாது. டேய் நிறுத்தடா. தங்கச்சி வரதட்சிணை தற்கொலை என்ன நாடகம் ஆடுற திட்டு ராஸ்கள். என்ன ஆம்பளை சிங்கம், இந்த ஆண்டிப்பட்டி வீரபாண்டி தேவர் விலை சொல்லிட்டா மாறவே மாட்டேன். முடிஞ்சா நான் சொன்னவளுக்கு ஸ்பிரிட் எடுத்துட்டு போ, இல்லை எடுத்து விட்டு காலி பண்ணு. போடா போ നായ കൽ നായ. ഇനി പഴയകാല ഒരു നടൻ സെന്തിൽ. ஐயோ இன்னைக்கு அவங்க ரெண்டு பேர் மேட்டுக்குள்ள போயிட்டாங்க. நீங்க பள்ளத்தி போட்டாங்க. என்னோட அப்பா அம்மா அக்கா தம்பி எல்லாரும் ஊருக்கு போயிட்டாங்க. என்னன்னு நீங்க பத்தங்களுக்கு வெயில்டா, ഞങ്ങൾ സ്പാസ്. நீங்க பத்தங்களுக்கு வெயில்டி, ഞങ്ങൾ സ്പാസ്. പറ്റുമാ? വണക്കം. പിന്നെ നമ്മുടെ விஜய். நான் வந்திருக்கேன் இடம் சூப்பர் இடம், பட்டையை கிளம்பணும். நம்ம ரேஞ்சுக்கு ஒருத்தனை அடிக்கிற மாதிரி யோசிச்சா வரவே இல்லை. 10 நிற்காதுங்க. ஓகே, ஒரு வாட்டி முடிவு பண்ணிட்டு நான் எம்பிச்சு நானே கேட்க மாட்டேன். ஏய், தேங்காய் வெட்டுறதுக்கு, தெங்கு வெட்டுறதுக்கு, விறகு வெட்டுறதுக்கு, வெங்காயம் வெட்டுறதுக்கு, இளஞ்சி வெட்டுறதுக்கு, நங்கு வெட்டுறதுக்கு, வாழை வெட்டுறதுக்கு, பாலை வெட்டுறதுக்கு, ஆடு வெட்டுறதுக்கு, கோழி வெட்டுறதுக்கு அறிவா தூக்கின கைடாது. உனக்கு அறிவா தூக்க தான் தெரியும், எனக்கு செய்யவே தெரியும். நான் வரேன். ആ ഡയലോഗ് ഭയങ്കര താളല്ലേ. അടിക്കുന്ന ഒരു റൂട്ടാണ്. അടുത്തതാണ്. അടുത്തത് മലയാളത്തിലെ കാവ്യ മാധവനാണ്. എനിക്ക് വയ്യ. ശ്രമിക്കാം. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എനിക്ക് അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഗദാമ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. എല്ലാവരും ഇത് കാണുക, എന്നെ ഇനിയും പ്രോത്സാഹിപ്പിക്കുക. എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് എൻ്റെ ഫാമിലീസാണ്. നിങ്ങളും പ്രോത്സാഹിപ്പിക്കുക. അടുത്ത ഏതാണ്? അടുത്ത് നമ്മുടെ സ്റ്റൈൽ മന്നൻ രജനീകാന്തിൻ്റെ വോയിസ്. കേൾക്കാം. അതാണല്ലോ നമ്മുടെ മാസ്റ്റർ പീസ്. ஓகே. ஏய், நான் கொடுக்க மாட்டேன். 10 பைசா கொடுக்க மாட்டேன். நான் கொடுக்க போகிறேன். கீழ்கோட்டு, நடுக்கோட்டு, மேல்கோட்டு, சுப்ரீம் கோர்ட்டு, ஹை கோர்ட்டுன்னு நான் கரெக்டாக கட்டி கொடுப்பேன். உன்னோட புக்ஸு, ஆடிக்ஸு, டாக்குமெண்ட்ஸு எல்லாத்தையும் நான் பார்த்துட்டேன். பினாமி பேரில் வீடா, சொத்தா, நிலமா, போல்ஸா, டோலேஷா, ஸ்வீட்ஸ் வாங்கல, கிரீன் மணியா, மொத்தம் 700 கோடி ரூபாய் கணக்கில் கட்டது கருப்பு பணம். பஜ்ஜி சாப்பிடுங்க சார். இதில் பாதி எனக்கு கொடுத்துருவேன். பஜ்ஜியில் அல்ல, பணத்தில் இல்லை. மொத்த டாக்குமெண்ட்ஸும் இன்கம் டாக்ஸ் உள்ள போய்விடும். அக்கட சூடு ரிமூவ் மாமா. ഇത് എഫക്റ്റാണ്. എനിക്ക് പക്ഷേ ഈ ശബ്ദമൊന്നുമല്ല കേൾക്കേണ്ടത്. എനിക്ക് സജീവൻ്റെ, രജനി സാറിൻ്റെ പല പല ഫിഗറുകളാണ് കാണേണ്ടത്. அடிக்கடி முடி கலைவதும் ஸ்டைல், வர வர எல்லாமே ஸ்டைல்.
നമസ്കാരം. வணக்கம் 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 எப்படி இருக்குங்க? நல்லா இருக்கீங்க? നന്നായിരിക്കുന്നു. തമിഴാ? എനിക്ക് മനസ്സിലായില്ല. என் பேரு சிவாஜி, சிவாஜி ராவ். ഏയ് പേര് കേട്ടാ ചുമ്മാ അതിർന്നില്ല, കണക്കൂൾ. ഞാൻ കൂളാ. അതെ, സത്യത്തിൽ നിങ്ങൾ ആരാ? നീ ആര്, ഞാൻ ആര്? ഞാൻ കോട്ടയം നസീറാണ്. നിങ്ങൾ ആരാണെന്ന് ഞാൻ ചോദിച്ചത്. എൻ പേര് ഭാഷ. ഭാഷയോ? അപ്പൊ നേരത്തെ പറഞ്ഞു ശിവാജി റാവു എന്നാ പേരെന്ന്. எனக்கு இனி ஒரு பேர் இருக்கு, மாணிக் பாஷா. മാണിക് ഭാഷ. ഈ മലയാളം, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ അങ്ങനെ കുറേ ഭാഷകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. മാണിക് ഭാഷ എന്ന് പറഞ്ഞൊരു ഭാഷ ആദ്യമായിട്ട് കേൾക്കുക. അല്ല, ഭാഷ എവിടുന്നാ വരുന്നത്? நான் எப்போ வரும் எப்படி வரும்னு யாருக்கும் தெரியாது. അപ്പൊ കള്ളനാ? ஆனா வர டைம்ல கரெக்டா வந்துடுவேன். അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥൻ. லேட்டா வருவாங்க, ஆனா லேட்டஸ்டா வருவாங்க. ഓ, അപ്പൊ എനിക്ക് തെറ്റിയതാ. മന്ത്രിയാണല്ലേ? അതിരിക്കട്ടെ, ഭാഷ ഒറ്റയ്ക്കാണോ വന്നത്? கண்ணா, பொன்னிங்க தான் கூட்டமா வருவாங்க, சிங்கம் சிங்கிளா தான் வருவாங்க. എന്റെ ആണ്ടവാ, ഇതൊരു നടക്ക് പോകുമെന്ന് തോന്നുന്നില്ല. ஆண்டவ சொல்லுற, அருணாச்சலம் முடிக்கிற. ഇത് മിക്കവാറും അടിമേടിച്ചേ പോകും. ஏய் நான் சுற்றி சுற்றி அடிப்ப, பறந்து பறந்து அடிப்ப, சவுக்க வச்ச அடிப்ப. ഇതൊക്കെ നടക്കൂ? ஏய், நான் ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி. അവസാനം ഇവരെല്ലാം കൂടെ എടുത്ത് തല്ലിയിട്ട് ഏതെങ്കിലും തിരുമശാലയെ കൊണ്ടുപോയി തടവേണ്ടി വരരുത്. எனக்கா 6க்கு மேல 7டா, ഈ ശിവാജിക്ക് മേല 7டா. 7ക്ക് മേലെ 8ആടാ. ഇവന് വട്ടാടാ. தம்பி, இந்த வரைக்கும் இந்த அண்ணாமலை பார்த்துருக்கேன். ഉവ്വ. இந்த முதலுக்கு இந்த அண்ணாமலை இந்த 20 பார்க்க போறேன். இந்த நாள் உங்க கலண்டரை குறிச்சு வச்சுக்கோ. ആയിക്കോട്ടെ. ஒண்ணு முதி பணம் புகழ் பெருமை எல்லாமே செஞ்சு காட்டல, ഇല്ലെങ്കിൽ என் பேரு அண்ணாமலை இல்லடா. லக 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 லக. അവിടെ 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 എന്താ കാര്യം? ഡ്രൈ ക്ലീനർ കൊടുക്കാതെ കോട്ടുവായിട്ടാണ് തെറ്റി ഇങ്ങോട്ട് പോകുന്നത്. അത് വല്ല മേനോളാണെങ്കിൽ കരിഞ്ഞുണങ്ങി രജനീകാന്ത് പേരോട് സമാധാനം പറയണോ അറിയോ? കടൽ ആൾക്കാരെ സാധനം മേടിക്കാത്ത കോട്ടില്ല എന്റെ മധു ഇതായിട്ടുള്ളതാണ്. ഇതിന് ഇതെടുക്കണ്ട. അല്ല വേണ്ട വേണ്ട. പോട്ടെ, പാവല്ലേ പന്നി നിനക്കിട്ട് രജനീകാന്ത്. പോട്ടെ പോട്ടെ കൊറേ നേരമായി. അയ്യോ അമ്മേ. ഇതാണല്ലേ രജനീകാന്തിന്റെ ഒറിജിനൽ ശബ്ദം. എന്തൊക്കെ ബാസും എന്തെല്ലാം പ്രകടനങ്ങളുമായിരുന്നു. എടാ, ഒരാളെ ഇത്രയും പേരും തല്ലിയിട്ട് നീ ഇങ്ങനെ കൈയും കെട്ടി നോക്കിയൊന്നുമില്ല. ഭയങ്കര തന്നെ കേട്ടോ. ഞാനും അടിക്കണമെന്നാണോ പറയണേ? അടിക്കണമെന്നല്ല, പിടിച്ചു മാറ്റിക്കൂടായിരുന്നു. എന്നാലും ഒരു കൂട്ടമായിട്ട് വന്ന് തല്ലിയത് ശരിയായില്ല. അതല്ലേ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, അല്ലെങ്കിൽ ഈ പന്നികള് കൂട്ടത്തോടെ വരുവുള്ളൂ. ആന സിംഗം എപ്പോഴും അടി വാങ്ങിച്ചു കൂട്ടും. മറ്റേ സംഭവം ഇട്ടുവരെയാണെങ്കിൽ പോകായിരുന്നു. ഏത് മ്യൂസിക്കേ? മ്യൂസിക് ഒന്നിട്ട് കൊടുത്തേ നോക്കട്ടെ. അമ്മേ വേണ്ട, ഞാൻ പൊക്കോളാം. രജനീകാന്ത് ഇത് കാണണ്ട. ഇതാ ഒരു നീണ്ട കഥ, നീണ്ട 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 കഥ. ദാ പിടിച്ചോ, ദാ പിടിച്ചോ, ദാ പിടിച്ചോ. എന്തോ ഇത്? ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ, ബൈ OP വളശ വളശ PO. തിരിച്ചിട്ടാൽ മറിച്ചിട്ടാൽ വളശ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ വായിക്കും, കാശി തന്ന് വാങ്ങിക്കും. എന്തോ ഇതിന്റെ കഥ? ഒരച്ഛൻ, ഒരമ്മ, 2 കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരു കൊച്ചു കുടുംബം, സംതൃപ്തമായ കുടുംബം. രാത്രി 12 മണി, നിശ്ചലമായ നിശ, എങ്ങും കനത്ത നിശബ്ദത. അതാ ഇരുട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട് ഒരു ബോംബ്, 2 ബോംബ്, 3 ബോംബ്.
തോന്നി ദിവസം കാണിക്കാൻ നിന്റെ പറഞ്ഞു ചന്തെന്ന് വിചാരിച്ചോ? അയ്യോ, സാറിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ആ കുട്ടികൾ രണ്ടും ഓടി, അച്ഛനും അമ്മയും മരിച്ചു. ഓട്ടത്തിനിടയിൽ അവർ വേർപിരിയുന്നു. സെന്റിമെന്റ്. ഓട്ടത്തിനിടയിൽ അവർ പാട്ടിൽ വലുതാവുന്നു. വില്ലനെ കണ്ടുമുട്ടുന്നു, പ്രതികാരം തീർക്കുന്നു. ചേട്ടനും അനിയനും ഒന്നിക്കുന്നു. ഒരാളുടെ കാമുകിക്ക് വേണമെങ്കിൽ ക്യാൻസറോ സ്വല്പ കിഡ്നി ട്രബിളോ ആകാം. അതിനൊരു സൈഡ് ട്രാക്ക് വേറെ ചേർത്തിട്ടുണ്ട്. തീർന്നോ? വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. ഇനി ഒരു അക്ഷരം മിണ്ടാൻ നിന്റെ കിഡ്നി ഞാൻ തീർന്നു. എന്നോട് പറ. ഇങ്ങനെയുള്ള ചീപ്പ് കഥകളൊന്നും ഞാൻ പ്രസിദ്ധീകരിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്റെ പേരെന്താണെന്ന് അറിയാമോ? അറിയാം. MTE ദാമോദരൻ. മഹാനായ ടൈം എഡിറ്റർ ദാമോദരൻ. മഹാതെണ്ടി എരപ്പാളി ദാമോദരൻ എന്നും പറയും. നിന്റെ തന്ത പറയും. ആ, പുള്ളിക്കാരൻ പറയും. നല്ല വിവരമുള്ളവനായിരുന്നു എന്നാ നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ പറഞ്ഞു കേട്ട അറിവല്ലേ നിനക്കുള്ളൂ. നിന്റെ തള്ളയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആ, മനുഷ്യനെ വെനക്കെടുത്താതെ പോടാ. പോകാം. സാർ ഏത് തരത്തിലുള്ള കഥകളാ പബ്ലിഷ് ചെയ്യുക? ആധുനിക സാഹിത്യ സൃഷ്ടികൾ, അല്ലെങ്കിൽ ശുദ്ധഹാസ്യം. അതുമല്ല, കുറച്ചും കൂടെ കീഴ്പോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ എന്റെ ഇന്നലകൾ പോലെയുള്ള സാധനങ്ങൾ. നിന്റെ ചുളുവരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. അപരാന്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ ആനകളെയും തെളിച്ചുകൊണ്ട്? എങ്ങനുണ്ട്? നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? സാർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ, സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. എടാ മരമണ്ടം കഴുതേ, നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ എനിക്കറിയാം. പക്ഷെ അവന്മാർക്ക് ഇപ്പൊ യൂണിയൻ ഉണ്ട്. അതുകൊണ്ട് അതേ സ്റ്റാറ്റസ് ഉള്ള വേറൊരു പണി ഞാൻ നോക്കി. ഒന്നുകിൽ ഒരു എഡിറ്റർ ആകുക, ഇല്ലെങ്കിൽ ഒരു സാഹിത്യകാരനാകുക. അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. നീ കോമഡി എഴുതണം, മറ്റൊന്നും വേണ്ട. നിനക്ക് പറ്റിയ അബദ്ധങ്ങൾ മാത്രം കുറിച്ചിട്ടാ മതി. അത് തന്നെ ധാരാളം ഉണ്ടല്ലോ. അതെങ്ങനെ ഒരു കഥയാകും? ഹാസ്യത്തിന് കഥ വേണ്ട, സിറ്റുവേഷൻ മാത്രം മതി. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇല്ലാത്തൊരു ന്യൂസ് ഒരു ചുറ്റുപാടിൽ ഇല്ലാത്തൊരാളെ കുറിച്ച് പ്രസിദ്ധീകരിച്ചു എന്ന് വിചാരിക്കാം. അയാൾ ശരിക്കും ഉണ്ടായി. അയ്യോ, അതെങ്ങനെ? അങ്ങനെ സംഭവിച്ചു എന്ന് സങ്കല്പിക്കുക. അയാൾ എന്നോട് എങ്ങനെ പെരുമാറും? അത് പറയാൻ പറ്റില്ല. ആളിന്റെ സ്വഭാവം പോലെ ആ പെരുമാറ്റമാണ് കോമഡി. നീ ഒന്ന് അയാൾ എന്നോട് എങ്ങനെ പെരുമാറും ഊഹിച്ചു പറ. നിനക്ക് കോമഡി മനസ്സിലാവും. അത് തുണയുണ്ടെങ്കിൽ ഇറങ്ങി വരിക. എട്ട് വീട്ടിൽ ലാഭം വേണ്ട ഏതോടെ മായപ്പെടുത്തിയത്. നിന്റെ പത്രം ഞാൻ അവസാനിപ്പിക്കടാ. എടാ, ഇതിനകത്ത് ചങ്കരപ്പുള്ള ഒരു ചെറ്റ ഇരിപ്പില്ലടാ. ഉണ്ടെങ്കിൽ ഇറങ്ങി വരിക. കുത്തും കൊലയും ജയിലും ഒന്നും എനിക്ക് പുത്തരി നാറികളെ എല്ലാത്തിനും ഞാൻ ബോംബിട്ട് നശിപ്പിക്കും. ഞാൻ കൊലമേരത്തിൽ കയറുവിടാ. ഇറങ്ങി വരണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? എടാ, നീയാണോ ചീപ്പ് എഡിറ്റർ? അയ്യോ, ഞാനല്ല. കസേരയിലിരിക്കുന്ന MT രാമോദരൻ. തന്നെ റാസ്കളെ, നീ എന്നെ പറ്റി അനാവശ്യം. ഞാനോ? നീ നിന്റെ ഒരു പത്രം നിന്നെ ശരിയാക്കുന്നു. മേലിൽ ആരെപ്പറ്റി അനാവശ്യമായ ന്യൂസ് എഴുതിയാൽ കൈയും കാലും വേണ്ടി ദൂരെ കഴിഞ്ഞാൽ പറഞ്ഞേക്കാം. ആകാരത്തിന് വല്ല അംഗഭംഗവും സംഭവിച്ചോ സാർ? ഇപ്പൊ പിടികിട്ടി എന്താണ് കോമഡി. വിത്തിൻ 2 weeks കഥ റെഡി. ബിസ്മി അപ്ലയൻസസ് 25 കോട്ടൺ നസീർ പവേർഡ് ബൈ കൗലയിൽ ഇനി ഒരു ഷോർട്ട് ബ്രേക്ക്. சிவாஜியை கொன்னது நீதான். இந்த MMS வச்ச உனக்கு மரண தண்டனை வாங்கி கொடுக்க முடியும். பாஷா, என்னை யாராலையும் அழிக்க முடியாது. பாய். ഹരിവാ ഹരിവാ. ഉമ്മ. അയ്യോ ചേച്ചി. വെൽക്കം ബാക്ക് ടു ബിസ്മി അപ്ലയൻസസ് 25 കോട്ടൺ നസീർ പവേർഡ് ബൈ കൗല.
സജീവ, ആ രജനീകാന്തിനെ അങ്ങ് മറന്നത്. നമുക്ക് നമ്മുടെ രജനീകാന്തിൻ്റെ എന്താ പറയുക, അതിന് ഒരു ചാകര എന്നൊക്കെ പറയാം അല്ലേ? രജനീകാന്തിൻ്റെ ചാകര, പല പല വേഷങ്ങൾ. നമുക്കതിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ, കാണാം. அதாண்டா இதாண்டா அருணாச்சலம் நான் தாண்டா, அதாண்டா இதாண்டா அருணாச்சலம் நான் தாண்டா, அன்னை தமிழ்நாட்டுல நான் அனைவருக்கும் சொந்தண்டா. அதாண்டா இதாண்டா அருணாச்சலம் நான் தாண்டா, அன்னை தமிழ்நாட்டுல நான் அனைவருக்கும் சொந்தண்டா. ஆண்டவன் நடத்திடுவாண்டா, அருணாச்சலம் நடந்திடுவாண்டா. நாம் போட்டாள மறப்பதில்லடா, ஆனா தப்பு செஞ்சாள விடுவதில்லடா. எடுத்துட்டு போறதுக்கு என் தங்கச்சி ஒண்ணு மாடில இந்த வீட்டு மகாலட்சுமி. பெரியவங்க ஆச்சு இதுவரைக்கும் மரியாதை கொடுத்து அந்த மரியாதையை காப்பாத்துக்கணும் சொன்னா உள்ள வந்து அச்சத்தை போட்டு ஆசீர்வாதம் பண்ணுங்க. இதுக்கு மேல ஏதாவது தகராறு பண்ணீங்க, இது வரைக்கும் என் வாய் பேசிச்சு இல்ல, இது பேசும். என் தங்கச்சிக்கும் இந்த மாப்பிள்ளைக்கு தான் கல்யாணம் நடக்கணும்னு ஆண்டவன் சொல்றான், அருணாச்சலம் முடிக்கிறான். சொல்லிட்டா. அதாண்டா இதாண்டா அருணாச்சலம் நான் தாண்டா, அன்னை தமிழ்நாட்டுல நான் அனைவருக்கும் சொந்தண்டா. புறா ஒன்று ஏங்குது கையில் வராமலே, புறா ஒன்று ஏங்குது கையில் வராமலே. நமது கதை புது கவிதை, இலக்கணங்கள் இதற்கு இல்லை. நான் உந்தன் பூமாலை. வெள்ளை புறா ஒன்று ஏங்குது கையில் வராமலே. பாஷா 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 பாஷா. உன்னை பத்தி பேப்பர்ல ஏதோ வந்திருக்காம, கொஞ்சம் பேப்பர் எடுத்து பாரு. பாஷா, மாணிக் பாஷா. என்ன சொன்ன? கூட்டம் சேர்த்தவன் எல்லாம் ஜெயிக்க முடியாதுன்னு சொன்ன இல்ல? உண்மைதான். ஆனா என்கிட்ட இருக்கிற கூட்டம் நான் சேர்த்த கூட்டம் இல்ல, அன்பாலே தானா சேர்ந்த கூட்டம். எந்த தனி சாம்ராஜ்யம், அன்பு சாம்ராஜ்யம். இதை யாராலையும் அழிக்க முடியாது. நான் ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி. பாஸ், மொட்டை பாஸ், சிவாஜிய கொன்னது நீதா. இந்த MMS வச்ச உனக்கு மரண தண்டனை வாங்கி கொடுக்க முடியும். சிவாஜியும் நான் தான், எம்ஜிஆரும் நான் தான். சும்மா அதறது இல்ல கண்ணா, பண்ணிங்க தான் கூட்டமா வரும். சிங்கம் சிங்கலா தான் வரும்.
Robo upgraded version 2.0. மனுஷன் படைத்து உருப்படியான ரெண்டே விஷயம். ஒன்று நான், இன்னொன்று நீ. என்னை யாராலையும் அழிக்க முடியாது. பாய். அறிவா அறிவா நானோ 1000 அறிவா பொன்மான் கிடைத்தால் எம்மா சும்மா விடுமா ராஜா தீ உலோகத்தில் ஆசை தீ மூடுதடி. ബിസ്മി അപ്ലയൻസസ് 25 കോട്ടൺ നസീർ പവേർഡ് ബൈ കൗലയിൽ ഇനി ഒരു ഷോർട്ട് ബ്രേക്ക്. അവലാജൻ ഉണ്ടാക്കി തരാൻ ഞാൻ ഇവിടുത്തെ വെറും സേർവനാണെന്ന് വിചാരിച്ചു. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കറസ്പോണ്ടൻസ് കോഴ്സ് കുക്കിംഗ് 1-ാം കൂടെ പാസ്സായവളാണ് ഞാൻ. എന്റെ മഷ്റൂം സൂപ്പ് കഴിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല. 25 കോട്ടയം നസീർ. വെൽക്കം ബാക്ക് ടു ബിസ്മി അപ്ലയൻസസ് 25 കോട്ടൺ നസീർ പവേർഡ് ബൈ കൗല. ആരെ ആകർഷിക്കുന്ന കാർകുന്തളമാണല്ലോ. അയ്യോ പ്ലീസ്, ഞാൻ അറിഞ്ഞില്ലേ. സോറി. ഞാനത് വിശ്വസിക്കുന്നില്ല. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചാണേടാ. എന്നാ പിടിച്ചാണേട്. മിസ്റ്റർ ഗാർഡനർ, വാക്കുകൾ വളച്ചടിക്കരുത്. എന്റെ പേര് ഗാർഡനർ എന്നല്ല. ഓ, ഗാർഡനർ എന്ന് പറഞ്ഞാൽ തോട്ടക്കാരനാണ് അർത്ഥം. അതറിയില്ലേ? അതെന്റെ തൊഴിലാണ്. എനിക്കൊരു പേരുണ്ട്. എന്റെ അപ്പനും ഇട്ട പേര്. ഓ, അയ്യോ അറിഞ്ഞില്ല. എന്താ പേര്? ഉമ്മ. എന്താ ഉമ്മ? അയ്യോ ചേച്ചി. അയ്യോ എന്തിനാ ചേച്ചി വിളിക്കുന്നേ? പിന്നെ പട്ടാപ്പകൽ അഭിമാനായ യുവതിയുടെ മുഖത്ത് നോക്കി ഉമ്മയോ ചമിട്ടായിരിക്കണോ? അയ്യോ ക്ലാര എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ ഉമ്മ ചോദിച്ചതല്ല. അത് ചോദിക്കത്തക്കുള്ള ഒരു ബന്ധം നമ്മൾ തമ്മിൽ ഉരുത്തിരിഞ്ഞ് വരട്ടെ, എന്നിട്ട് ചോദിക്കാം. ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ, ഉമ്മച്ചൻ. ഉമ്മന്ന് വിളിക്കും. എന്നാ ഉമ്മൻ അങ്ങ് ചെല്ല. വെള്ളം തലയെ താഴ്ന്ന് ഉമ്മന് തുമ്മല് പിടിക്കാതെ ചെന്ന് കുളിക്കാൻ നോക്ക്. ദേഷ്യത്തിലാണോ? അതെ. നമ്മൾ തമ്മിൽ ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഇവിടുത്തെ ഗാർഡനർ, ക്ലാര കുക്ക്. ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ. പോരാത്തതിന് രണ്ടും സത്യക്രിസ്ത്യാനികൾ. യോജിച്ചു നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം. അടുക്കളയും ആരാമവുമായിട്ട് വലിയ അകലൊന്നും ഇല്ലല്ലോ. എന്നുവെച്ചാ? അല്ല, ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയം പറിച്ച് ക്ലാരയ്ക്ക് തരുന്നു. പകരം അടുക്കളയിൽ നിന്ന് അവലോസുണ്ട ഉണ്ടാക്കി ക്ലാര എനിക്ക് തരുന്നു. പരസ്പരം വിശ്വാസത്തോടു കൂടിയുള്ള ഒരു കൈമാറ്റം. അവലാജൻ ഉണ്ടാക്കി തരാൻ ഞാൻ ഇവിടുത്തെ വെറും സേർവനാണെന്ന് വിചാരിച്ചു. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കറസ്പോണ്ടൻസ് കോഴ്സ് കുക്കിംഗ് 1-ആം കൂടെ പാസ്സായവളാണ് ഞാൻ. എന്റെ മഷ്റൂം സൂപ്പ് കഴിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല. കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ബാലിശോട് സംസാരിക്കില്ലായിരുന്നു. കുക്കിംഗിൽ ഡിപ്ലോമയും ഡിപ്ലോമസിയും നേടിയ ഞാൻ അവിടെ കിടക്കുന്നു. ചെടിക്ക് കുഴിതുകൊണ്ടെന്ന് നിങ്ങൾ അവിടെ കിടക്കുന്നു. തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പിടരുത്. തളയ്ക്കാൻ ചങ്ങല വേണം. ഉമ്മൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ തളർന്നു പോയി എന്ന് പറഞ്ഞതാ. കറക്റ്റ്. ഓക്കെ സജീവൻ, വളരെ ഗംഭീരമായി. ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരേ വേദിയിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയതിൽ ഒരുപാട് കഥകൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്, ഒരുപാട് കഥകൾ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, നമ്മുടെ പ്രോഗ്രാം ഒരു ആശംസ നന്ദി പറയുകയാണ്. കാരണം ഈ നസീറിൻ്റെ 25-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ ഷോയിൽ എന്നെ വിളിച്ചതിന് വളരെ നന്ദി ഫ്ലവേഴ്സിനും പറയുകയാണ്, നസീറിനും പറയുകയാണ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ബിസ്മി അപ്ലയൻസസ് 25 കോട്ടൺ നസീർ പവേർഡ് ബൈ കൗലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ഈ അറിയാൻ പാടില്ലാത്ത പരിപാടികൾക്കൊക്കെ അത് മറ്റേ തുറങ്കത്തിൽ കൂടെ പോകുമ്പോൾ കൽക്കരി അടിക്കുന്നതാണ്.